ഈ മാനേജ്മെന്റ് ലിസി ആശുപത്രിയെ പേടിച്ച് ജീവിക്കേണ്ട, ലിസി ആശുപത്രി മാനേജ്മെന്റ് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ചില പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ, ചില പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ നിങ്ങൾക്ക് ഉപദേശം തരുന്നവരുണ്ട്. ഓരോ അച്ഛന്മാർ വരുമ്പോൾ, ഡയറക്ടർ അച്ഛന്മാർ വരുമ്പോൾ അവരുടെ ഉപദേശകരായി കൂടുന്ന ചില പാർട്ടി നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ഉപദേശകരെ ഉപദേശം കേട്ടുകൊണ്ടുപോകുന്ന അച്ഛന്മാർ, ഇവിടുത്തെ ഡയറക്ടർ അച്ഛന്മാർ വിചാരിച്ചോളുക അവര് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി കൂടിയിട്ടുള്ളവരല്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ തൊഴിലാളി സമരം അടിയന്തരമായിട്ട് പരിഹരിച്ച് അതിങ്ങനെ നിരന്തരമായ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങി ഈ സാധാരണക്കാരായ തൊഴിലാളികള് അവരുടെ കുടുംബം നിത്യവൃത്തിക്ക് വേണ്ടി ഈ ആശുപത്രിയിൽ വന്ന് പണിയെടുക്കുന്നവരുടെ കുടുംബം അനാഥമാക്കാനായിട്ടുള്ള പരിപാടിയാണ്, പ്ലാനാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ അതിന് കൂട്ടുപിടിക്കുവാനായിട്ട്, അതിന് പിന്തുണ നൽകുവാനായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ AITC അതിന് കൂട്ടുനിൽക്കില്ല. തൊഴിലാളിക്ക് വേണ്ടിയിട്ട്, തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നയങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ തൊഴിലാളി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ മീറ്റിംഗ് നടത്തുകയും യോഗങ്ങൾ നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ പല യോഗങ്ങളിലും ഇവിടെ ഈ തൊഴിലാളി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിക്കുകയും ഇവരുടെ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയെല്ലാം ചെയ്താണ്. ഞങ്ങൾ ഈ ലിസിയുടെ തൊട്ട് അടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിരവധിയായിട്ട് ആളുകൾ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്കറിയാം ഈ ലിസിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അതൊന്നും അധികം വിളിച്ചു പറയിപ്പിക്കാനുള്ള ഇടവരുത്തരുത്. ലിസി മാനേജ്മെന്റിന്റെ അധികാരികൾ, അത് ഏത് അധികാരികളാണെങ്കിലും അടിയന്തരമായിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണം. കഴിഞ്ഞ ദിവസം ബിഷപ്പ് പറയുന്നതായിട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്, എന്നാൽ ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ വർത്തമാനം പറഞ്ഞു 4 രൂപ പറഞ്ഞിട്ടില്ലല്ലോ. 115 ദിവസമായി ഇവര് തൊഴിലാളികൾ നിങ്ങളുടെ ആശുപത്രിയുടെ മുമ്പിൽ പട്ടിണി സമരം നടത്തുന്നുണ്ട്. അവരുടെ കുടുംബം എങ്ങനെ കഴിയുന്നത് ആലോചിച്ചിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ഒരു വർത്തമാനം പറയുവാനോ അഭിപ്രായം പറയുവാനോ മാനേജ്മെന്റോ അച്ഛന്മാരോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ AITCയുടെ നേതൃത്വത്തിൽ ഉയർന്നു വരുമ്പോൾ ആ സമരങ്ങൾക്ക് യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് AIYFന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന, ദേശീയ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹകരണം ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി ഈ ധർണയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി കേരള മഹിളാ സംഘം എറണാകുളം മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് സജി തമ്പിയെ ക്ഷണിക്കും. ആദരണീയായ സമരസഖാക്കളെ, ഈ സമരം ചെയ്ത AITC ജില്ലാ സെക്രട്ടറി സഖാവ് ഗോപി,